gentlemen, we are now about to celebrate the master of feel-good movies, the one soul who gives us hope and happiness not just through his projects but just by himself. It is now time for us to welcome the director, Just Joy. What a big round of applause. സ്വാഗതം ചെയ്യാം. ഏറ്റവും ഹെവൻലി ആയിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസസ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ഡയറക്ടർ സർ ജോയ്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ആദ്യമേ തന്നെ പറയട്ടെ, 7ാമത് സിനിമയിലേക്ക് അങ്ങനെ എത്തി നിൽക്കുകയാണ്. ഡയറക്ടർ, റൈറ്റർ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് കൂടെ തന്നെ പറയേണ്ട ഒരുപാട് ടൈറ്റിൽസ് ഉണ്ടല്ലേ. റൈറ്റർ ആണ്, ഡയറക്ടർ ആണ്, ആഡ് ഫിലിം ഡയറക്ടർ ആണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്, ലിറിസിസ്റ്റ് ആണ്, വാട്ട് നോട്ട്. കൈവച്ച മേഖലകളിലെല്ലാം തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള താരമാണ്. ലൈക്ക് ഐ സെഡ്, സിനിമ കാണുമ്പോൾ മാത്രമല്ല നമ്മുടെ ഒരു പോസിറ്റിവിറ്റി തോന്നുന്നത്. എപ്പോ ജിസ്റ്റോയ് സാറിനെ കണ്ടാലും നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. സാറ് സംസാരിക്കുന്നത് കേട്ടിരിക്കുമ്പോഴും അത്രത്തോളം റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് വി ക്യാൻ ഓൺലി ഇമാജിൻ അബൌട്ട് ദ മാജിക് that you are bringing to the film. എക്സൈറ്റഡ് ആണോ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും എന്താണ് ഇപ്പൊ പറയാനുള്ളത് സർ? ഓവർ ടു യു. ഹായ്, ഗുഡ് ഈവനിങ്. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയാണ്. തലവൻ കഴിഞ്ഞിട്ട്, തലവൻ റിലീസായിട്ട് 2 വർഷം കഴിഞ്ഞു. 2 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ തുടങ്ങാൻ പോകുന്നത്. ഒരുപാട് ഏത് സ്റ്റോറിയിലേക്ക് ലോഞ്ച് ചെയ്യണം, ഏത് സ്റ്റോറിയിലേക്ക് എത്തണം, എങ്ങനെ മുന്നോട്ട് പോകണം, അങ്ങനെ ഒത്തിരി കടമ്പകൾ പിന്നിട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. മറ്റൊരു കാര്യം, എൻ്റെ ഒരു സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ടൈറ്റിലാവുന്നത്. അതിന്റെ പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. സാധാരണ എല്ലാ സിനിമയും, കഴിഞ്ഞ 6 സിനിമയും ഷൂട്ട് കഴിഞ്ഞ് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തായിരിക്കും ടൈറ്റിൽ ഇടാറുള്ളത്. ഇത്തവണ അത് മാറ്റി കുറച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് മിനിസ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ ഇത്രയും അധികം ആൾക്കാർ ഇവിടെ ഉണ്ടാകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ച കാര്യം മറ്റാരും ഏറ്റെടുക്കാനില്ലാത്തതുകൊണ്ടാണ് സ്വാഗത പ്രസംഗം ഞാൻ ഏറ്റെടുത്തത്. ഉറപ്പായിട്ടും കുറെ പേരുടെ പേരുകൾ ഞാൻ വിട്ടുപോകുമെന്ന് ആദ്യമേ തന്നെ ജാമ്യം എടുക്കുകയാണ്. അതുമായി എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും, നവമാധ്യമ സുഹൃത്തുക്കൾക്കും എത്തിച്ചേർന്നതിന് എത്രയോ നേരം മുമ്പ് 5 മണി മുതൽ എല്ലാവരും ക്യാമറ വെച്ച് റെഡിയായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം പറയുകയാണ്. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, മറ്റെല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ എന്റെ ഫാമിലി ഉണ്ട്, പാരന്റ്സ്, കുടുംബം എല്ലാവരും ഉണ്ട്, അവർക്കും സ്വാഗതം പറയുന്നു. പിന്നെ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞു തുടങ്ങേണ്ടത്, ഒഫീഷ്യലി ഞാൻ ജീവിതത്തിൽ ഒരുപാട് കടപ്പെട്ടിരിക്കുന്ന കുറെ വ്യക്തികളുണ്ട്. അതിനകത്ത് ഞാനിന്ന് വളരെ ഇമോഷണൽ ആണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് അത് മറ്റാരുമല്ല, എനിക്ക് ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് അവസരം തന്ന എന്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ ഡോക്ടർ സജികുമാർ. ധാത്രി എന്ന് പറയുന്ന വലിയ സ്ഥാപനത്തിന്റെ ഓണറാണ് അദ്ദേഹം. ഒരു മാജിക് പോലെയാണ് എന്റെ ജീവിതത്തിലേക്ക് വന്നതും ഞങ്ങൾ പരിചയപ്പെട്ടതും ഒരു യാത്ര ഉണ്ടായതും. യാദൃശ്ചികമായി കഥയെക്കുറിച്ച് അദ്ദേഹം കേൾക്കുകയും അന്ന് രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ ഈ സിനിമ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഡോക്ടർ ഒത്തിരി ഇങ്ങനെയാണ് വാക്കുകൾ കൊണ്ടൊന്നും നന്ദി പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് തന്നെ എന്റെ 2ാമത്തെ സിനിമ സൺഡേ ഹോളിഡേ ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് ഡോക്ടർക്കാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ റിപ്പീറ്റ് അടിച്ച് 7ാമത്തെ സിനിമയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതില് 7 സിനിമയിലും 6 സിനിമയിലും നായകൻ ആസിഫ് അലിയാണ്. ഒരു സിനിമ മാത്രം മറ്റൊരാൾ, എങ്കിലും ആ സിനിമയിൽ ആസിഫ് ഉണ്ടായിരുന്നു. ആസിഫിന് പ്രത്യേകിച്ച് ഒരു സ്വാഗതം പറയേണ്ട ആവശ്യമില്ല, എന്റെ കുടുംബം തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് എന്റെ വൈഫ് കഴിഞ്ഞാൽ എനിക്കൊരു നോട്ടം കൊണ്ട് ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു വ്യക്തി ശ്രീ ആസിഫ് അലിയാണ്. ആസിഫ്, സമ, അതു, ഹൈക്കുട്ടി എല്ലാവരും ഉണ്ട്. ഒരുപാട് സന്തോഷം. മിനിസ്റ്റർ ഇങ്ങോട്ടെത്തും. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് സ്വാഗതം പറയുകയാണ്. മിനിസ്റ്റർ OJ ജനീഷാണ് വരുന്നത്. സ്പോർട്സ് മിനിസ്റ്ററാണ്, നമുക്കറിയാം. അതുപോലെ അനൂപ് സാർ, TA നവാസ്, അവരുണ്ട്. അതേപോലെ എനിക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ വർഷം US പോയാൽ US ചെന്ന് ഒരു 20 ദിവസം എനിക്ക് അവിടെ താമസിക്കണം. അങ്ങനെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിൽ വന്ന ഒരു യോയോ പയ്യൻ. ഈ യോയോ പയ്യൻ ഭയങ്കര
ഈ ടെസ്ലയുടെ ഏറ്റവും വില കൂടിയ ഒരു കാറുമായിട്ടാണ് വന്നത്. ഈ കാറ് പുള്ളി ഇങ്ങനെ വിളിക്കുമ്പോൾ കാർ തനിയെ അടുത്തേക്ക് വരുന്നു, കയറുന്നു, തനിയെ ഓടിച്ചുകൊണ്ട് പോകുന്നപ്പോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഭയങ്കര ന്യൂജൻ കാറ്, ഇതിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇല്ല. അപ്പൊ ഈ ഇത്രയും വലിയ ഫീച്ചേഴ്സ് ഉള്ള ന്യൂജൻ കാറിൽ യോയോ പയ്യനോട് ഒരു പാട്ട് പ്ലേ ചെയ്യാവോ, നമുക്ക് 2 മണിക്കൂർ യാത്രയില്ലേ എന്ന് ചോദിച്ചപ്പോ പുള്ളി ഇട്ട പാട്ട് യാരോ ഇവൻ യാരോ സ്വന്തം യാർത്താനിവനോ, മെയ്യഴകൻ സ്വന്തം ഗോവിന്ദ് വസന്ത. അപ്പൊ ആ പാട്ട് കേട്ടു. 20 ദിവസവും എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ വേറെ ആൾക്കാരുടെ കാറിൽ കയറുമ്പോഴും സ്വന്തമായിട്ട് കാർ ഓടിച്ച് പോകുമ്പോഴൊക്കെ ഇത് ലോപ്പിലാവാൻ തുടങ്ങി. ഈ പാട്ട് ഞാൻ പോലും അറിയാതെ രാത്രി കിടക്കുമ്പോഴും ഒക്കെ കമൽഹാസൻ സാറിന്റെ സ്വരത്തിലും കൂടിയാണ് കേൾക്കുന്നത്. അപ്പോ ഈ പാട്ടിന്റെ പല്ലവി എന്റെ മനസ്സിൽ ഞാൻ പാടാൻ തുടങ്ങി. യാരോ ഇവൻ യാരോ, യാരടാ ഇവൻ, നാട്ടിലെത്തി അടുത്തൊരു പടം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനെ വെച്ചിട്ടേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഗോവിന്ദനോട് ഗോവയിൽ വെച്ച് പറഞ്ഞു. ഗോവിന്ദ് ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടപ്പോ ഗോവയിൽ സർക്കിട്ടിന്റെ ഒരു കാര്യത്തിൽ പോയപ്പോ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോ ഗോവിന്ദ് കമ്മിറ്റ് ചെയ്തപ്പോ എനിക്ക് വലിയ സന്തോഷമായി. ഗോവിന്ദ് ഒരുപാട് വീട്ടിൽ നിന്ന് ഗോവിന്ദന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗോവിന്ദന്റെ കുഞ്ഞെടുത്ത് ബൈ എന്ന് പറഞ്ഞു. അവൻ ഒരിക്കലും ബൈ പറയരുത്, അങ്കിള് വലതുകാലം വെച്ച് കയറിയിട്ടേ ഉള്ളൂ സീവ് എന്ന് പറഞ്ഞു. അപ്പൊ ഗോവിന്ദ് ഒത്തിരി സന്തോഷം. ഗോവിന്ദന് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന 99 ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വർക്ക് ചെയ്ത മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരു കോണ്ടന്റ് കൊടുത്താൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ക്വാളിറ്റിയിൽ തരുന്ന വേറൊരു മ്യൂസീഷ്യനോട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഗോവിന്ദ്. സത്യമാണ്. അത് ഇന്ന് നിങ്ങൾക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോൾ, നിങ്ങളുടെ പ്ലേ ചെയ്യുന്ന മ്യൂസിക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ എന്റെ ഡബിങ് ആർട്ടിസ്റ്റ് ആണ്, ലിറിസിസ്റ്റ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ അതേപോലെ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ എന്നെ കൊണ്ട് നടക്കുന്ന എന്റെ കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ പേര് ഇൻസോംനിയ ഫാമിലി എന്നാണ്. മൈ പാർട്ട്ണർ ഇൻ ക്രൈം മിസ്റ്റർ മെന്റലിസ്റ്റ് ആദി ആൻഡ് മൈ ഫാമിലി, അവരെല്ലാവരും ഉണ്ട് ഇവിടെ. ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട ചിദംബരം ഉണ്ട്, അസ്കർ അലി ഉണ്ട്, പിന്നെ അഭിനയിക്കുന്നവരുടെ കാര്യം പ്രത്യേകം പറയുന്നില്ല. ഡോക്ടർ റോണി ഉണ്ട്, ഇവരൊക്കെ വിളിക്കും. അതുപോലെ പിന്നെ ഇതില് ഒരാൾ പതുങ്ങി നിൽക്കുന്നുണ്ട് ബാക്കില്, അത് സഞ്ജയ് ബോബിയിലെ സഞ്ജയാണ്. അത് മുമ്പിൽ വന്നില്ല, ഇവിടെ ഇരിക്കും, വിളിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം സഞ്ജയും ഞാനും സുരേഷും കൂടെ ഒരുമിച്ചിരുന്ന് എത്രയോ രാത്രികളും പകലുകളും എന്നിട്ടാണ് ഇതിന്റെ എത്തിച്ചിരിക്കുന്നത്. ഇപ്പൊ നാളെ ഷൂട്ട് ചെയ്യാവുന്ന ഒരു പരുവത്തിലേക്ക് ആക്കിയിരിക്കുന്നത്. അതേപോലെ ഒരാളെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ സൺഡേ ഹോളിഡേയില് ഷോ ഞാൻ കഥാപാത്രം നരേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു ഈ സിനിമ ഞാൻ എന്തിനാണ് ചേട്ടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നിങ്ങളെപ്പോലത്തെ ഒരു ആള് ആസിഫ് അലിയെ തേച്ചാൽ നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊണ്ട് ആറ്റ ഡയലോഗിലാണ് ശ്രുതി വീഴുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ശ്രുതി അപ്പൊ ഇത് ചെയ്താൽ എനിക്ക് വല്ല ഗുണം ഉണ്ടാവുമെന്ന് ചോദിച്ചു. നമ്മൾ ഒരു ഗുണം ഉണ്ടാവില്ല, ആൾക്കാര് തേപ്പുകാരി എന്ന് വിളിക്കും. പക്ഷെ ആ തേപ്പുകാരിയിൽ നിന്ന് ആ ശ്രുതി ഉയർത്തെഴുന്നേറ്റു മറ്റ് ഭാഷകളിലേക്ക് പോയി. മലയാളത്തിന്റെ അഭിമാനമായ അല്ലെ ടച്ച് വുഡ് എന്നും എല്ലാം ഇരിക്കട്ടെ. ശ്രുതിയുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ്, ഞങ്ങളുടെ സ്വന്തം സഹോദരനാണ്. ഫ്രാൻസിസിനെയും സ്വാഗതം ചെയ്യാണ്. ഇനി എന്റെ പ്രിയപ്പെട്ട 2 പ്രൊഡ്യൂസേഴ്സ്, പ്രിയപ്പെട്ട ഷംസുദ്ദീൻ, നമുക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല. ഇത്രയേറെ നല്ല സിനിമകൾ 1983 പോലത്തെ നല്ല സിനിമകൾ തന്നിരിക്കുന്ന ഷംസുദ്ദീനും വേണു ഗോപാലകൃഷ്ണൻ പങ്കക്ഷിയാണ്. എത്ര പേരാണ് നമ്പർ വെച്ച് വിളിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ പ്രൊഡ്യൂസർ അല്ലേ നമ്പർ ഒന്നുകൂടെ. അവർ ഈ കക്ഷി ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. വലിയ സന്തോഷം നിങ്ങൾ രണ്ടുപേരും പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്. നമ്മുടെ പ്രിയപ്പെട്ട മലയാള സിനിമയെ ലോകത്തെവിടെ ചെന്ന് ഒരു സിനിമ ഏത് ഭാഷ അറിയാത്തവന്റെ മുമ്പിൽ ഇട്ട് കാണിച്ചു കൊടുത്താലും ഈ സിനിമ എന്റെ നാട്ടിൽ നിന്നാണ്. എന്റെ നാട്ടിൽ പത്മരാജൻ എന്ന് പറയുന്ന ഒരു ലെജൻഡ്, ഒരു പ്രോഡിജി ഉണ്ടായിരുന്നു. ആ അദ്ദേഹത്തിന്റെ മോട്ടിവേഷനിലാണ് എത്രയോ ഫിലിം മേക്കേഴ്സ്, എത്രയോ സിനിമകൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം പുത്രൻ ശ്രീ അനന്ത പത്മനാഭൻ ഇവിടെ ഉണ്ടെന്നുള്ളത് ഒരുപാട് പെട്ടെന്ന് എണീറ്റ് നിന്നാ കാണായിരുന്നു. ഒരുപാട് സന്തോഷം. വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജയസൂര്യയും കൂടെ 2001-2 മറ്റുമാണ് പാലക്കാട്ട് ഒരു സ്കൂളിന്റെ ആനുവൽ ഡേ ഉദ്ഘാടനം. ജയസൂര്യാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ രണ്ടുപേരും പുറപ്പെടാൻ ലേറ്റായി, അതുകൊണ്ട് അവിടെ എത്താനും ലേറ്റായി. അവിടെ ചെല്ലേണ്ട സമയം 6 മണിയായിരുന്നു വൈകിട്ട്. ഞങ്ങളവിടെ എത്തിയപ്പോൾ 6:45. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരാൾ അവിടെ ഒരു 10,000-3000 ആൾക്കാർ മുമ്പിലുണ്ട്. ഓപ്പൺ ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ ഒരാൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും ജയസൂര്യ ഒരു 10 മിനിറ്റ് ഇരുന്നു. അപ്പൊ കമ്മിറ്റിക്കാർ പറഞ്ഞു
അദ്ദേഹത്തോട് മാറാൻ പറയണോ, നിങ്ങൾക്ക് കയറണോ? നമ്മൾ വേണ്ട, അദ്ദേഹം പറയട്ടെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പുള്ളി ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് നിർത്തുമായിരിക്കുന്നു. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി നിർത്തിയില്ല. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇദ്ദേഹം ടോക്ക് നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. ആ ടോക്ക് നീണ്ടുപോയി. എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറെങ്കിലും ഉണ്ടാവും. 1.5 മണിക്കൂർ ഒരു ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഞങ്ങൾ പുതിയ മനുഷ്യന്മാരായിരുന്നു കുറച്ചു കാലത്തൊക്കെങ്കിലും. അന്ന് മുതൽ എൻ്റെ സുഹൃത്താണ്, ജ്യേഷ്ഠനാണ്, ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഡോക്ടർ സജീവ് നായർ, ദ വൺ ആൻഡ് ഓൺലി സജീവ് നായർ. എണ്ണീറ്റ് നിന്നാൽ കാണാം സജീവേട്ട. ആറ്റ്ലക്സിന് കഴിഞ്ഞ പ്രാവശ്യം വൈസപ്പിന് വന്നപ്പോൾ 10,000 പേര് അറ്റം വരെ ഇമോഷണൽ കാണാൻ വേണ്ടി ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. എനിക്ക് സന്തോഷം. ആരെങ്കിലും ഒക്കെ പേരെടുത്ത് പറയാൻ പറ്റാമോ? സോറി, പറഞ്ഞേ പറ്റും, പറയണം. കാരണം ബാലൻ എന്ന് പറയുന്നത്, എനിക്ക് ചിദംബരത്തിന്റെ സിനിമകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ചിദംബരമുണ്ട്, ഒത്തിരി ഇഷ്ടമാണ്. ജാനമൻ ആയിക്കോട്ടെ, മഞ്ഞുമൽ ബോയ്സ് ആയി, നമ്മളെല്ലാവരും പറയുന്നത്. അപ്പൊ ബാലന്റെ പ്രിവ്യൂ ആവാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ബാലന്റെ പ്രിവ്യൂവിനെ വിളിച്ചു കഴിഞ്ഞു. ഈ കക്ഷി ആൾക്കാരെല്ലാം പൊതിയുന്ന കണ്ടു. അന്ന് നമുക്കൊരു ഹൈ പറയാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇന്ന് വിളിച്ചിട്ട് വന്നു, ഫർസാന നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറയണം. ബാലന്റെ കെറ്റപ്പല്ലാതെ ഫർസാനെ നമ്മൾ ഇന്നിവിടെ കാണിക്കാം, കാണാം. ഒത്തിരി മീഡിയ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഒത്തിരി സ്നേഹത്തോടുകൂടി വന്ന ഫർസാനയ്ക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഹൃദയപൂർവ്വം ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് സർവ്വ നന്മകളും ഈ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മുടെ എല്ലാം പ്രാർത്ഥന ഈ സിനിമയ്ക്ക് ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. പ്രൊഡക്ഷൻ. അപ്പോ ആ ഒരു ആവേശം ഉൾക്കൊണ്ട് തന്നെ മികച്ച കയറി നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വേണുഗോപാലകൃഷ്ണൻ. അതെ, ഇങ്ങനൊരു വേണ്ടാത്തൊരു കാര്യം ചെയ്യണ്ടായിരുന്നു. സംസാരിക്കാൻ ഉണ്ടാകുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്നാലും സാർ, ഹൗ ആർ യു ഫീലിംഗ്? എക്സൈറ്റ്മെന്റ്, ഹാപ്പിനെസ് എന്താണ് മനസ്സിലിപ്പോ തോന്നുന്നത്? എവറി ടൈം when you speak, വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത ഇൻസൈറ്റ്സ് ഒക്കെ നമുക്ക് പങ്കുവെക്കുന്ന ആളാണ്. അപ്പൊ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ടേക്ക് ഹോം മെസ്സേജ് കിട്ടുമെന്ന് പ്രതീക്ഷയിൽ തന്നെ Very honestly speaking, I have no intention to get into movies at all. The only reason I'm standing here is because of two people. One is Shamsu and the other one sitting there very quietly, Sanjay. And I was looking for you all along. What an amazing person. I had a real way of thinking. I felt part of it. But I was trying to escape myself from this. After Shamsu പറഞ്ഞു, എവിടെ കണ്ടില്ല. Shamsu പറഞ്ഞു, I'm excited for him more than for me. I'm excited for everybody sitting here, everyone sitting here, and just joy. I never met this person. I heard quite a bit about him. I'm not a movie guy. I mean, yeah. When he said Pathmarajan's son is here, that's a privilege, honestly. Because when I interview people, I ask them one question. Why is Pathmarajan Pathmarajan? That's a question that I ask people for his authenticity, originality. So it is, I'm so privileged, and thank you, Joy, Shamsu, and all of you, to put me into this place where I could meet all of these great legends. Happy to be here and excited for this project, and I wish good luck for this project. When we get into the next proceedings. So now, ladies and gentlemen, അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നത് സിനിമയിലെ തിരക്കഥാകൃത്തായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപാലൻ സാറിനെയാണ്. നമസ്കാരം. ചെയ്യാൻ ഏറ്റവും വലിയ കാരണം പിന്നെ മറ്റൊരു കാരണം കൂടിയായ ആസിഫലി. എനിക്ക് കൂടുതൽ പറയാനില്ല. ഇത്ര പേര് ഒന്നും കാര്യങ്ങളില്ല. എനിക്ക് എക്സൈറ്റഡാണ് ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ. അതൊക്കെ പറയാം. തീർച്ചയായിട്ടും അറിയണം. എല്ലാവരും ആശംസകൾ അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്ന, ഏറ്റവും ത്രില്ലോടുകൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്, അല്ലെ? അതിന് എല്ലാവിധ ആശംസകളും ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ അറിയിക്കുകയാണ്. ഹാപ്പി, എക്സൈറ്റഡ്. അപ്പൊ ഇനി ഒരുപാട് വേദികളിൽ ഇതുപോലെ സംസാരിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ തന്നെ ഒരു കഥ പറയാനുള്ളതാണ് ജിസർ പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, പറഞ്ഞല്ലോ, സുരേഷ് മലയാള സിനിമയിലേക്ക് വലതുകാല് വെച്ച് കയറുന്ന ഫസ്റ്റ് പടമാണത്. അപ്പൊ സുരേഷിനെ എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞിട്ട് കഴിയും. ഇത് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ സന്തോഷ് ഏച്ചിക്കാനം എന്ന് പറയുന്ന വലിയ റൈറ്റർ
ഒരു കഥ പറയാൻ ഞാൻ കുറെ നാളായിട്ട് സന്തോഷിന്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവുന്നു. അങ്ങനെ സന്തോഷിന്റെ ഫ്ലാറ്റിലേക്ക് സന്തോഷിന്റെ കഥ കേൾക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ മനസ്സുകൊണ്ട് സെറ്റാ സന്തോഷ് കഥ പറയുന്നത്. അങ്ങനെ സന്തോഷ് കഥ പറയാൻ തുടങ്ങുന്നതിന് മുൻപ് ഇദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ ചോദിച്ചു, ആരാണത് ചോദിച്ചു. ഇതെന്റെ സുഹൃത്ത് തൊടുപുഴയിലുള്ള കക്ഷിയാണ്. ഞാൻ ചിന്തിക്കുന്നു, പുള്ളി എഴുതും, അത്യാവശ്യം എഴുതും. അപ്പോ ഇദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞ് എന്റെ കയ്യിലേക്ക് തന്നു. സന്തോഷിക്കാലത്തിന്റെ കഥ പറച്ചിൽ എന്തുകൊണ്ടോ അന്ന് നടന്നില്ല. പക്ഷെ തന്നുവിട്ട സ്ക്രിപ്റ്റ് ഞാൻ അന്നേരം ഇരുന്ന് വായിച്ചു. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അതിലൊരു മനോഹരമായ സിനിമ കിടപ്പുണ്ട്. തലവന് മുൻപായിരുന്നു ഈ സംഭവം. അങ്ങനെ തലവന്റെ ഷൂട്ടിലൊക്കെ ഈ കഥ ഇങ്ങനെ മനസ്സിലിട്ട് ലാളിച്ച് ഇപ്പോൾ ഞങ്ങൾ ആ സിനിമ സന്തോഷിക്കാനും പരിചയപ്പെടുത്തിയ, സന്തോഷിക്കാനും വഴിമാറി തന്ന സുരേഷിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ചെയ്യുകയാണ്. ഇനി കൈയടിക്കാം. ഒരു നല്ല കൈഡി തന്നെയാണ് അല്ലേ? അപ്പൊ എല്ലാവരുടെ ആശംസകളും ഒരിക്കൽ കൂടി നേരെയാണ്. ഇതുപോലെ ഒരുപാട് വേദികളിൽ ഒരുപാട് സിനിമകളുടെ ഭാഗമാകാനായിട്ട് പറ്റട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു. ഡെഫിനറ്റ്ലി താങ്ക് യു സോ മച്ച് സർ. മികച്ചൊരു കാര്യം നൽകി തന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് നമ്മുടെ സെറമണീസ് നമ്മൾ തുടരുന്നതായിരിക്കും. Respected Minister for Youth, Welfare, Sports, Registration, Government of Kerala. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേദിയിലേക്ക് കടന്നു വന്ന സമയത്ത് തന്നെ ഞാൻ പ്രിയപ്പെട്ട ആസിഫയുടെ അടുത്ത് പറഞ്ഞു, ബണ്ണിയുടെ ശബ്ദം ആദ്യമായിട്ട് നേരിൽ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏതാണ്ട് ഞങ്ങളൊക്കെ കോളേജ് സമയത്ത് പിന്നെ അല്ലു അർജുന്റെ സിനിമകൾ കാണുമ്പോൾ അല്ലു അർജുന്റെ ശബ്ദമായി കേട്ടിരുന്ന ഒരാള് ശ്രീ ജിസ്ലോയി ആണെന്നുള്ളത് കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്ന് ആ ശബ്ദമൊക്കെ നേരിൽ കേട്ടു. ശ്രീ ആസിഫയുടെ ഒരു പുതിയ ചിത്രം പ്രിയപ്പെട്ട ഷംസുദ്ദീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ശ്രീ ജിസ്ലോയി സംവിധാനം ചെയ്യുന്നു. ഏതാണ്ട് 6ാമത്തെ ചിത്രമാണ് നമ്മൾ ഒരുമിച്ച്. അത് ഞാൻ അദ്ദേഹം വിളിച്ച സമയത്ത് തന്നെ പറഞ്ഞു, ഡയറക്ടർ ജിസ്ലോയി ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഒരു തമാശയിൽ ചോദിച്ചു, അപ്പൊ നായകൻ ആസിഫാണോ എന്ന് തമാശയിൽ ചോദിച്ചു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് പറഞ്ഞു. അപ്പൊ ഒരു പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ചിൽ കൂടി പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഈ ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു വലിയ മലയാള ചലച്ചിത്ര രംഗത്ത് ഒട്ടനവധിയായ ചലച്ചിത്ര മേഖലയിൽ ഒരുപാട് സിനിമകൾക്ക് പങ്കെടുക്കാനും അഭിനയിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും സംവിധാനം ചെയ്യാനും നിർമ്മിക്കാനൊക്കെ ഈ ചലച്ചിത്രത്തിന്റെ എല്ലാ ക്രൂവിനും സാധിക്കട്ടെ എന്ന് മാത്രമാണ്. ജിസ്ലോയി സാറിന്റെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. To join for the title launching ceremony and also seeking the valuable presence of the producers, Mr. T.R. Shamsuddin sir and Mr. Venu Gopalakrishnan sir. രണ്ടുപേരെയും ഒരുമിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഫസ്റ്റ്ലി അവർ ഒരുമിച്ചതാ വേദിയിലേക്ക് എത്തുകയാണ്. നല്ലൊരു കൈഡ് നൽകി തന്നെ നമുക്ക് അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് നമ്മുടെ മലയാള സിനിമയിലെ പ്രോമിനന്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള സഞ്ജയ് ബോബി ടീമിലെ സഞ്ജയ് സർ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി തിരക്കഥാകൃത്തായ ശ്രീ സുരേഷ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സീക്കിംഗ് ദി പ്രസൻസ് ഓഫ് മിസ്റ്റർ സുരേഷ് സർ ആസ് വെൽ. സ്വാഗത പ്രസംഗത്തിൽ ജിസ്ലോയി സർ സൂചിപ്പിച്ചിരുന്നു അമേരിക്കയിൽ പോയിട്ട് നമ്മുടെ നാട്ടിലെ പാട്ട് കേട്ടതിന്റെ കഥ. തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഒരു മജീഷ്യൻ എന്ന് നമുക്ക് നിസ്സംശയം വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. സംഗീതം കൊണ്ട് നമ്മളെ പ്രണയിക്കാൻ പഠിപ്പിച്ച് പ്രണയത്തിലാഴ്ത്തിയ നമ്മളെ കരയിപ്പിച്ചിട്ടുള്ള മജീഷ്യൻ ആണ്. And now, ladies and gentlemen, the magician of the film, let us give a big hand to welcome the one and only Govind Vasanta. നിറഞ്ഞ കാര്യം നൽകിയതാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരുപക്ഷെ സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വന്തം ജീവിതം ഒരു പാഠപുസ്തകമായി ഒരു വലിയ ഇൻസ്പിറേഷൻ നൽകുന്ന നമ്മുടെ സ്വന്തം ആസിഫിക്ക, like I said in the beginning, അദ്ദേഹത്തിന്റെ ചിരിയെ കുറിച്ച് നമുക്ക് ഓണാൻ സംസാരിക്കാൻ. Now, ladies and gentlemen, with a big round of applause, let us welcome the very own ആസിഫിക്ക, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആസിഫ് അലി. He is here. ടൈറ്റിൽ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? If yes, we can give a thunderous round of applause to the entire team. ഒരു നല്ല കഴിവ് തന്നെ നമുക്ക് നൽകാം. കൂടുതൽ ക്ലൂസ് നമുക്ക് ലഭിക്കുന്നതായിട്ട് ഒന്നുകൂടെ നമ്മളത് പ്ലേ ചെയ്യാനായിട്ട് പോവാണ്. So now we'll be playing the title launch video, the motion graphic. Yet another time here, everyone, all eyes on the screen.
ഓരോ സിനിമ കഴിയുമ്പോഴും സ്വയം ചാലഞ്ച് ചെയ്ത് സ്വന്തം ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്ത് റീഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടർഫുൾ ആക്ടർ ആണ്. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ സ്നേഹവും സന്തോഷവും അറിയിച്ച് ഗംഭീരമായിട്ടുള്ള ഒരു കൈഡ് നൽകി തന്നെ നമ്മുടെ സ്വന്തം ആസിഫിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. A thunderous round of applause to welcome a very own, a very favorite Asif Ali. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ജനീഷ്, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വരുന്നത് വരെ അല്ലെങ്കിൽ ഈ ഹോളിനകത്തേക്ക് കയറുന്നത് വരെ ഈ നാളെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന്റെ ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാനും നിങ്ങളും എല്ലാം ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടത് ജിസ്ജോ ആസിഫ് അലി കോമ്പിനേഷനിൽ നടക്കുന്ന എന്തോ മാജിക്കിനെ പറ്റിയിട്ട് പറയുന്നതാണ്. അതൊരു വലിയ ടെൻഷനും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയി മാറി. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഫീൽ ഗുഡ് സിനിമകളുടെ രാജകുമാരനായിരുന്ന ജിസ്ജോയി നോട്ട് എനി മോർ അല്ല, തലവനോട് കൂടി അദ്ദേഹം ഗിയർ മാറ്റിപ്പിടിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എഗെയിൻ ഇതിലേക്ക് വരുമ്പോ തലവനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയ മറ്റൊരു സിനിമയാണ് എത്തുന്നത്. അതിനെ ഡെഫിനറ്റ്ലി ഞാൻ സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി ഇവിടെ കാണുന്ന എല്ലാ പേരുകളും എല്ലാവരുടെയും കൂടെ ഇതിനു മുന്നേ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം വീണ്ടും ഒരുമിച്ച് സിനിമ ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. ആരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എന്തായാലും താങ്ക് യു. ഞാൻ പറയാനുള്ളതെല്ലാം ജിസ പറഞ്ഞു കഴിഞ്ഞു. ഷൂട്ടിംഗ് നാളെ ആരംഭിക്കുകയാണ്. അതിന്റെ ഒരു ഫസ്റ്റ് ഡേ ടെൻഷൻ, ഒരു ഫസ്റ്റ് ഡേ ഫിയർ ഉണ്ട് എനിക്ക്. അത് സംസാരിക്കാനും ഒരു മടിയും പേടിയും ഉണ്ട്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ഇത് വലിയൊരു ഇവന്റ് ആണ്. പ്രൊഡ്യൂസേഴ്സ് താങ്ക് യു. ഇത്രയും വലിയ ഒരു കിക്സാർട്ടർ സിനിമയ്ക്ക് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഈ ഒരു മൊമെന്റിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് ആസിഫിക്ക. കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ഒരു പിക്ചർ, എൻ ഫ്രണ്ട് പോലെ എല്ലാവരും മച്ച എന്ന പാട്ടൊക്കെ ഇട്ട് ബിജെപി കിട്ട് നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കാലം നമ്മൾ കാത്തിരിക്കണം ആ ഒരു മാജിക് സ്ക്രീനിൽ ഒന്നുകൂടെ കാണാനായിട്ട്, അല്ലെ? എങ്ങനെയുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞു കണ്ണുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷനാണ്, ആ ഒരു ബോണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളത്. സോ സെക്കൻഡ് ഫിലിം, ഹൗ യു ഫീലിംഗ് അബൌട്ട് ദാറ്റ്? പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടാവോ സെറ്റിൽ? പുതിയത് തന്നെയാണ്, ഡെഫിനറ്റ്ലി പുതിയത് തന്നെയാണ്. കാര്യം ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതും അത് തന്നെയാണ്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഇപ്പം ഫീൽ ഗുഡ് എന്ന ആളുകൾ എടുത്തു പറയുന്നത് എനിക്ക് തോന്നുന്നു സൺഡേ ഹോളിഡേ ഒരു വലിയ ഹിറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ച് ക്രിമിനൽ മൈൻഡൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ് ജിസ്ജോയി. അപ്പോ അത് വളരെ നന്നായിട്ട് ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു കളർ സ്കീമും ഇവിടെ കാണിച്ച പോസ്റ്ററും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല എന്നുള്ളത്. പിന്നെ പേഴ്സണലി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളാണ്. എന്റെ എന്ത് മട്ടത്തിൽ ഞാൻ ചെയ്താലും ആദ്യം അഭിപ്രായം ചോദിക്കുന്നതും എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റും എന്ന് വാശി പിടിക്കുന്നതും എന്റെ സുഹൃത്താണ്. എല്ലാവരുടെ ആശംസകൾ അറിയിക്കാണ്. അതിന്റെ കൂടെ അസലിക്ക പോകാൻ വെറുതെ വയ്ക്കാൻ തോന്നുന്നു. പക്ഷെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരു വൈറൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇപ്പൊ ആ കട്ടി മീശയായിട്ടൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോ മീശ വിരിക്കുന്ന ഒരു വീഡിയോ, ആ ഒരു മൊമെന്റിലേക്ക് ഒന്നുകൂടെ ഇങ്ങനെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഇപ്പോ ഇത്രയും പേര് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഹാളിൽ ഇത്രയും മീഡിയയുടെ ഫ്രണ്ടില് ലൈവായിട്ട് ആ മീശ വിരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? മൈക്ക് മാറ്റിട്ട് മീശ വിരിപ്പിക്കാമല്ലേ? So here comes the moment, everybody be ready to get to this, and here is the meeting room. എത്രവട്ടം ചെയ്യിപ്പിക്കണം? Once more. ഒരു വട്ടം കൂടെ പോട്ടെ. 10 വട്ടം കൂടെ ചെയ്യിപ്പിക്കണം നമുക്ക്. എന്നാലും but still. അപ്പൊ ഏറ്റവും മാസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് കണ്ട് ആ ഒരു എനർജിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. So now I think at the moment, do we have a producer, Shamsu sir? Yes. Okay. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഈ സിനിമയിലെ ഭാഗമായിട്ടുള്ള ഓരോരുത്തരും അത്രത്തോളം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. ഇദ്ദേഹവും മനസ്സിൽ കാണുന്ന സ്വപ്നങ്ങൾ ഓരോന്നായി അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം തന്നെയാണ്. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ആദരണീയ നമ്മുടെ യൂത്തിന്റെ പ്രിയങ്കരനായ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്റ്റർ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് സാർ, അതുപോലെ തന്നെ കാസ്കാഡ് ബാങ്കിന്റെ ഡയറക്ടർ ടി എ നവാസ്ക, അതുപോലെ തന്നെ സ്റ്റേറ്റ് അറ്റോർണി
ഡോക്ടർ അഡ്വക്കേറ്റ് അനൂപ് ബി നായർ, പിന്നെ ഈ സദസ്സിലിരിക്കുന്ന ബാക്കി എല്ലാവരും, പിന്നെ എനിക്ക് പേര് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആസിഫ് പറഞ്ഞ പോലെ തന്നെ ഞാനും കുറച്ച് nervous ആണ്. ആക്ച്വലി ഞാൻ കോളേജിലൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ നന്നായി വളരെ പക്വമായിട്ട് സംസാരിക്കാൻ പറ്റാറുണ്ട്. പക്ഷെ ഇത്രയും മീഡിയയും ഇത്രയും എല്ലാവരും നിൽക്കുമ്പോൾ ഞാൻ തന്നെ സഞ്ജയേട്ടൻ്റെ അടുത്തൊക്കെ പറയുണ്ടായി എനിക്കും പറയാൻ കുറച്ച് നെർവസ്നെസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ തന്നെ വളരെ വളരെ ഗംഭീരമായ പ്രസംഗം കഴിഞ്ഞ ഒരു വെൽക്കം സ്പീച്ച് ജിസേട്ടൻ നടത്തുകയുണ്ടായി. ഞാൻ പുറത്തു നിന്നിട്ടാണെങ്കിലും സാറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഗംഭീരമായ ഒരു പ്രസംഗത്തിന് ശേഷം, ആസിഫിന്റെ ഇഷ്ടത്തോടുള്ള പ്രസംഗത്തിന് ശേഷം ഞാൻ എന്ത് പറയാനാണെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ എങ്കിലും പഠിച്ചിട്ടില്ല. ഇപ്പോ ഞാൻ ആക്ച്വലി ടൈറ്റിലിന് മുന്നേ പ്രസംഗിക്കാനാണ് ഇരുന്നിരുന്നത്. അപ്പോ ടൈറ്റില് അതിഗംഭീരമായിട്ടുണ്ട്. സത്യം പറഞ്ഞ ഇന്നലെയാണ് ജിസേട്ടൻ ഈ ടൈറ്റിലേക്ക് ഫൈനലിൽ ലോഞ്ച് ചെയ്ത്. പല പല ടൈറ്റിലുകൾക്ക് ശേഷം ഇങ്ങനൊരു ടൈറ്റിലേക്ക് എത്തിക്കപ്പോൾ ഓരോ ടൈറ്റിലും ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ടൈറ്റില് പോയിട്ടുണ്ടാവും, അടുത്തൊരു ടൈറ്റിൽ വന്ന് അത് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ലോഞ്ചും ഫിക്സ് ചെയ്തു. പക്ഷെ ലാസ്റ്റ് ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ട് ഞെട്ടിപ്പോയി, അത്രയും കോരിത്തരിച്ചു പോയി. കാരണം ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ്. അത് മാത്രമല്ല ആ ടൈറ്റിലും അതിഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇന്നിപ്പോൾ ഈ ടൈറ്റിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ടൈറ്റിലിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം ഭയങ്കര ത്രില്ലടിപ്പിച്ചു. താങ്ക് യു ഫോർ ഇറ്റ് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. സോ ഞാൻ ഇത്രയും കാലമായിട്ട് ആകെ 3 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. 1983 നിന്ന് തുടങ്ങി ഇത്ര കാലത്തിനുള്ളിൽ ആകെ 3 സിനിമയെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ സിനിമകൾ കഴിഞ്ഞ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ എനിക്ക് അവസരം തന്ന ജിസ് ജോയോടും അതേപോലെ ആസിഫിനോടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. കാരണം ഇവരുടെ ഒരു കോംബോ ഫിലിം, അല്ലെങ്കിൽ ഈ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കൊമേഴ്ഷ്യൽ കോംബോസ് ആണ്. എല്ലാവരും ഇത്രയും മീഡിയം എല്ലാവരും കാത്തിരിക്കുന്ന ഇവരുടെ കോംബോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും പ്രതീക്ഷയുള്ള ഈ കോംബോയുടെ ഫിലിം എനിക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിന് ശരിക്കും നിമിത്തമായത് സഞ്ജയേട്ടൻ തന്നെയാണ്. അപ്പൊ സഞ്ജയേട്ടനോട് എനിക്ക് താങ്ക്സ് പറയാതിരിക്കാൻ പറ്റത്തില്ല. സഞ്ജയേട്ടൻ വഴിയാണ് എനിക്ക് ഈ സിനിമയിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനൊരു സിനിമ എനിക്ക് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ വീണ്ടും അവരോട് താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ മീഡിയ പ്രവർത്തകരോടും, അതുപോലെ തന്നെ ഇവിടെ വന്ന് ഞങ്ങളുടെ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്ത് ഞാനും ജിസേട്ടനും ആസിഫും എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്. എല്ലാവരും ഞങ്ങളുടെ ഈ പടം വളരെ വിജയമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ടും തുടർന്നും പടം റിലീസ് ചെയ്യുമ്പോഴും ഉണ്ടാവുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you very, very much and all the very best. Ladies and gentlemen, we are now welcoming on stage the one and only Govind Vasudha. I think perfect ഒരു മൊമെന്റിൽ തന്നെയാണ് സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ടൈറ്റിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ നമ്മൾ കേട്ടിരിക്കണം. അതിന്റെ ഒരു ഇമ്പാക്ട് അത്രത്തോളം നല്ലതായിരുന്നു. And we are so excited to listen to your music coming through the film. How are you feeling? I'm feeling nervous. ഭയങ്കര ഇൻട്രോ ഒക്കെ ആയിപ്പോയി. സംസാരിക്കാതെ നമുക്ക് രണ്ടുപേരും പാട്ട് പഠിച്ചാലോ? ഞാൻ സംസാരിച്ചോളാം. ഒന്നും ഞാൻ ആസിഫിന്റെ കഴിഞ്ഞ സർക്യൂട്ടിൽ ആണ് കഴിഞ്ഞ എൻ്റെ ആക്ച്വലി മലയാളം പടം. ആൻഡ് സർക്യൂട്ട് ഇസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഫിലിംസ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങൾ, ഞാൻ അത്രയും മനസ്സറിഞ്ഞ് ചെയ്ത സിനിമയാണ്. ആസിഫിനടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത പടം എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ജിസേട്ടനോട് ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ച് പറയാനില്ല. താങ്ക് യു സോ മച്ച്. പാട്ട് പാടാൻ wonderful actress. Ladies and gentlemen, put your hands together for Shruti Ramachandran. നല്ലൊരു കൈഡി നൽകി തന്നെ നമുക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യാം.
സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വളരെ മുന്നേ തന്നെ വന്ന് റീച്ച് ചെയ്യുന്ന ഒരാളാണല്ലേ? യെസ്. So now I can see there your partner is already recording the video and that's going to be a very sweet moment for you to celebrate as well. അപ്പോൾ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഒരു കോംബോ വീണ്ടും തിയേറ്ററിൽ കാണാനായിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് if I could use that liberty, തേപ്പുകാരി എന്ന ടൈറ്റിൽ മാറുമോ? എന്താണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്? How are you feeling about this combo being back together? തേപ്പുകാരി എന്ന ടൈറ്റിൽ മാറിയെന്നാണ് ഞാൻ വിശ്വസിച്ചത്. ബട്ട് ഐ തിങ്ക് ദിസ് മൂവി ഇസ് എ ലോട്ട് മോർ സ്പെഷ്യൽ. കാരണം ഇപ്പോൾ യൂസ് ചെയ്ത തേപ്പുകാരി എന്ന ടൈറ്റിൽ അത് മാറ്റിയ വൺ ഓഫ് ദ പീപ്പിൾ വാസ് ഐ തിങ്ക് ഷംസു വിത്ത് കാണെ കാണെ, ഷംസുദ്ദീൻ ആൻഡ് മനു. ഇസ് വൺ മോർ പേഴ്സൺ, അഹമ്മദ്, ഹൂസ് ഇൻ ദ ഓഡിയൻസ് വിത്ത് മധുരം. സോ ആ രണ്ട് സിനിമയാണ് ഐ തിങ്ക് തേപ്പുകാരി എന്ന ടൈറ്റിൽ മാറ്റിയത്. സോ ഐ തിങ്ക് ദിസ് ഫിലിം ഇസ് എ ലോട്ട് മോർ സ്പെഷ്യൽ ബിക്കോസ് ഓഫ് ദാറ്റ്. എനിക്ക് it's my second outing with Gisette and Asif, and my third with Shamsu with Kane Kane Eyes and now Kottayam Bell. I'm very excited and yeah, I'm looking forward to it. I think നമ്മളാണ് കൂടുതൽ എക്സൈറ്റഡ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആസിഫ് അലി ശ്രുതി ഒരു കോമ്പിനേഷൻ കാണാനായിട്ട് നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആണ്. ബിക്കോസ് അന്ന സിനിമയിൽ കോംബോ സീൻസ് അധികം ഇല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്തതാണ് നമ്മുടെ കെമിസ്ട്രി, the way you have been together in that film. And now let us eagerly look forward to the release of the film. Aarti, congratulations. Thank you so Yes. much. Can we have a big round of applause once again, everybody, to the very lovely, the wonderful actor, Shruti Ramachandran. Ladies and gentlemen, are you all ready to welcome Shine Tom Chabu? നല്ലൊരു കൈഡ് നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് ഹായ് ഹായ്, ഹാർട്ടി വെൽക്കം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എന്താണ് ഷൈൻ ടോം ചേട്ടൻ ഇപ്പോൾ നമ്മളോട് എല്ലാവരോടും പറയാനുള്ളത്? ടൈറ്റിൽ അസാധ്യമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ? നമ്മൾ തിരുവനന്തപുരം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കോട്ടയം ബെൽറ്റ് അല്ലേ? ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ല. ഇപ്പൊ ബെൽറ്റ് ഇടാത്തതാണ് ഫാഷൻ. ഇവിടെ ബെൽറ്റ് ഉള്ളതുകൊണ്ടാണോ ബെൽറ്റ് ഇടാതെ? അല്ലല്ല, ഞാൻ ഇപ്പോഴാണ് ടൈറ്റില് അറിയുന്നത് അല്ലേ? ഇവിടെ ലോഞ്ച് ചെയ്തുള്ളൂ, മുന്നറിയില്ലല്ലോ. എന്താ എന്ത് പറയണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ സിനിമയെ കുറിച്ച് സിനിമ നാളെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നുള്ളൂ. അസിഫിന്റെ കൂടെ ഞാൻ ആദ്യം ചെയ്യുന്ന പടം ട്രാഫിക്. അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, രാജേഷ് പിള്ളയുടെ കൂടെ. ആ വണ്ടിയിലുള്ള രംഗങ്ങളും പരിപാടികളും ഒക്കെ. പിന്നെ അഭിനയിക്കുന്നത് പകിട. അതിനുശേഷം അല്ലേ അടിഗോസ് അമിഗോസ്, അടിയോട് അടി പടം കണ്ടിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ചിത്രം അല്ലേ? പകിട കണ്ടിരുന്നു? പകിട കണ്ടിട്ടുണ്ടോ? അടിഗോസ് അമിഗോസ്. യൂഷ്വലി ഞാനാണ് തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്. ഇതിപ്പോ തിരിച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചോദിക്കില്ലല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ടല്ല, യൂഷ്വലി നമ്മള് തർക്കത്തരം പറഞ്ഞിട്ടാണോ ശീലം. എന്നാ മേ ബി ഒരു ചാൻസ് ഞാൻ വേറെ ആർക്കെങ്കിലും തരട്ടെ? ജസ്റ്റ് എല്ലാം തരട്ടെ? ഇല്ല, അത് ചാലഞ്ച് ഏറ്റെടുക്കുന്നില്ല. ഡോക്ടർ റോണിക്ക് വേണമെങ്കിൽ എടുക്കാം. റോണി സ്ഥിരമായി ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ആയതുകൊണ്ട് പറയില്ല. ഉണ്ടായ സെറ്റിൽ വെച്ചിട്ട് തിരിച്ച് നമുക്കൊരു ഗുളിക കൊടുക്കും. കൊടുത്ത വൈകി എടുക്കും, വായിലിട്ടു. ഇതൊന്നും ചോദിക്കാതെ പറയാതെ അല്ല, ഗുളികയല്ലേ ഇപ്പൊ ആ സീൻ ഓർമ്മയില്ലേ? അല്ല, ഡോക്ടറാണെന്ന് വെച്ചാൽ കിട്ടണമൊക്കെ ഗുളിക കഴിച്ചിട്ട് കാര്യമുണ്ടോ ഓർമ്മയുണ്ടോ? അത് നമുക്ക് ഡോക്ടറല്ലാട്ടോ, വക്കീലോ. വക്കീലിനോടും ഡോക്ടറോടും എന്താ പറയരുത്? സത്യം പറയും. സത്യം പറയാൻ കൂടോ? എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി കുറച്ചിരിക്കുകയാണ്. ഇനി എല്ലാം സ്വയം ഏറ്റെടുത്തുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് ഷൈൻ ടോം ചേട്ടനോട് എന്താണ് ചോദിക്കാറുള്ളത്? പേടിപ്പിക്കാനല്ലേ? എങ്ങനെയുണ്ട്? ഡോക്ടറാണ്, രണ്ടുപേരും ഡോക്ടർമാരാണ്. അസോസിയേഷൻ ആയല്ലോ. എന്നുള്ള കാര്യം അറിയായിരുന്നോ? അറിയില്ലായിരുന്നോ? അങ്ങോട്ട് നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ സ്റ്റേജിൽ താഴെ കണ്ടിരുന്നു.
ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ഡാഡിയുടെ ഡോക്ടറോ മെഡിക്കൽ ഡോക്ടറാണ്. ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്? ഞാനിപ്പോ ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി, പക്ഷെ ഇപ്പൊ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ? ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി, സ്വിച്ച് ചെയ്തിട്ട് ഇപ്പൊ MBBSലേക്ക് കയറിയിട്ട് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതിനിടയ്ക്ക് അലോപ്പതിയിലോട്ട് മാറി. അലോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹോമിയോപതി അല്ല ഇംഗ്ലീഷ് മരുന്ന് തന്നെ. അതെന്താ അങ്ങനെ? അതിനാണ് ഡിമാൻഡ് കൂടുതൽ അല്ലേ? ഇഷ്ടമാണെങ്കിൽ പഠിച്ചോട്ടെ. ഓക്കെ. ഇത് സീനിയർ ഡോക്ടറാണ്. പുള്ളി ഓർത്തോ അല്ലേ? MBBS ഗ്രാജുവേറ്റ്. MBBS അല്ലേ? അല്ലടാ, ഓർത്തോ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി അല്ലേ? ഏതാ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള രണ്ടുപേരും? ചെറുതായിട്ട് ടോപ്പിക്കിന് മാറി പോകുന്നുണ്ടോ എന്നൊരു സംശയം. അല്ല, നമ്മള് ഈ കഥ നമുക്ക് കോട്ടയം ബെൽറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതാണ് പറഞ്ഞത്. തിരുവനന്തപുരം ബെൽറ്റിന് ശേഷം കൊച്ചി ബെൽറ്റിന് ശേഷം കോട്ടയം. നമുക്ക് കഥ പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെന്താ പറയാ? ഈ പടം കമ്മിറ്റിയിലുണ്ടായ ഒരു കാരണം പറയും. കാരണം പടം ചെയ്യാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് മുന്നേ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മള് എവിടെയൊന്നും ഓർമ്മയുണ്ടോ? പടയുടെ ലൊക്കേഷനിൽ വന്നിരുന്നു. അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിനു മുന്നേ നിങ്ങള് അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്ന സമയത്ത് നമ്മുടെ ഇവര് 3 പേരും കൂടി പരസ്യങ്ങൾ ഓടിച്ച് ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. ദിനേശനും സുജേട്ടനും ജിസും കൂടിയുള്ള സമയം. ഈ പരസ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോഴും ചെയ്യുന്നുണ്ട് പരസ്യം. അത് കഴിഞ്ഞ് പടം ചെയ്യാൻ തുടങ്ങി. അറിഞ്ഞില്ലേ മെന്റലിസ്റ്റ് ആദ്യോടൊപ്പം ഷോ ചെയ്യുന്ന ഇൻസോമിനിയ ആര്? മെന്റലിസ്റ്റും കൂടിയാണ് അല്ലേ? മെന്റലിസ്റ്റിന്റെ പരിപാടിക്ക് നമ്മൾ പോകാറില്ല. കാരണം മെന്റലിസ്റ്റ് സീക്രറ്റ്സ് ആണല്ലോ പറയണത് അല്ലേ? നമ്മളെ പറ്റി ഒരു സീക്രറ്റും ഇല്ല കേട്ടോ, നീ അറിയാം. അതുകൊണ്ടാണ്. അപ്പൊ അതൊരു വലിയ കാര്യമില്ല. നിങ്ങളെ പറ്റിട്ട് കുറെ സീക്രറ്റ്സ് ഉണ്ടാവല്ലോ. ഞാൻ പറയണം വേണ്ട, ഞാൻ സിംഗിളാണ് പറയാം. അതുകൊണ്ടാണ് സീക്രറ്റ്സ് ഒന്നുമില്ല. വരുന്നുണ്ട് സ്കോഡിൽ. പറയുന്നില്ല.